ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന AICC സമ്മേളനത്തിനിടെ എല്ലാവരുടെയും കണ്ണുകൾ പോകുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ കാൽച്ചുവട്ടിലേക്കാണ്. മറ്റൊന്നുമല്ല, കാലിൽ കിടക്കുന്ന ഷൂ. നമുക്കറിയാം, കുറച്ചു നാൾ മുമ്പ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ നമ്മുടെ മന്ത്രി നദ്ദയെ കാണാൻ പോയപ്പോൾ വീണ ജോർജിന്റെ കയ്യിലുള്ള ബാഗിനെ പറ്റിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നത്. അന്ന് 35,000 രൂപയുടെ ബാഗ് ധരിച്ച് മന്ത്രി വീണ ജോർജ് പോകുന്നതിനെ പറ്റിയും വിലപിടിപ്പുള്ള സ്പെക്സ് സഹിതം, കണ്ണട സഹിതം ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ VD സതീശന്റെ ഷൂവിനെ പറ്റി ഒരു വിമർശനം ഉയരുന്നത്. ഇത് വലിയ ഒരു ബ്രാൻഡ് ഷൂ തന്നെയാണ്. ഏകദേശം 3 ലക്ഷം രൂപയാണ് ഈ ഷൂവിന്റെ ഒറിജിനൽ പ്രൈസ്. എന്തായാലും ഈ ഷൂ എടുത്തതിന് ശേഷം അതിന്റെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരം, ഈ വിലയുടെ വിവരം പ്രേക്ഷകർക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. വീണയുടെ ബാഗ് 35,000 രൂപയാണെങ്കിൽ സതീശന്റെ ഷൂവിന്റെ വില 3 ലക്ഷം എന്നാണ്. ക്ലൗഡിൽറ്റ് എന്ന വിലയേറിയ ഷൂ ആണ് ഇപ്പോൾ VD സതീശൻ ധരിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് അറിയില്ല. ഒറിജിനൽ ഷൂ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വില, അതായത് 3 ലക്ഷം ആകുമ്പോൾ ഇതിന്റെ പുറകെ കണക്കുകൾ കൊടുക്കേണ്ടി വരും. ഇനി VD സതീശന്റെ പുറകെ പോകുമോ എന്നൊക്കെയുള്ള നിരവധി വിമർശനങ്ങളും രസകരമായിട്ടുള്ള മെസ്സേജുകളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഏതായാലും ഷൂ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആളുടെ ഗെറ്റപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇപ്പോൾ സമ്മേളനത്തിന് പോകുന്നത്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യും, എപ്പോഴും സിനിമാ ലോകത്താണെങ്കിലും ഈ നായകന്മാരുടെയും നടിമാരുടെയൊക്കെ അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സാണെങ്കിലും ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ എപ്പോഴും കൂടുതലും മോഹൻലാലിനെയൊക്കെ നോക്കുവാണെങ്കിൽ വാച്ചുകളിലാണ് ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നേരെ രാഷ്ട്രീയക്കാരിലേക്ക് വരികയാണ്. പണ്ടൊക്കെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ഒരു വെള്ള വസ്ത്രം, കോട്ടൺ അണിഞ്ഞ പശ മുക്കിയ ഇത്തരത്തിലുള്ള ഖദർ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സിമ്പിളായിട്ട് VS അച്യുതാനന്ദൻ ആണെങ്കിലും EMS നമ്പൂതിരിപ്പാട് അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളിലേക്ക് പോകുമ്പോൾ അന്നൊന്നും ഇത്തരത്തെ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവർ ധരിച്ചു പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള കാറുകളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള അറിവുകളോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും ഇതുപോലെ ചർച്ചകളിലില്ലായിരുന്നു. പക്ഷെ ഈ ഇടക്കാലങ്ങളിലാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകർ കുറച്ചുകൂടി ദൂരത്തിന്റെ ഭാഗമാണോ എന്നുള്ളത് അറിയില്ല, പക്ഷെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ധരിക്കുന്നത്. അപ്പൊ ചോദിക്കുക, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്താ, അല്ലെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്താ വിലപിടിപ്പുള്ള വസ്തുക്കൾ ധരിച്ച എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചിന്, അല്ലെ നേതാവ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ജനങ്ങൾക്ക് ഉള്ള ഒരു ലീഡർ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തി, സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പണ്ട് രാജാക്കന്മാർ ചെയ്തിരുന്ന അതേ ജോലി തന്നെയാണ് ഇപ്പോഴത്തെ മന്ത്രിമാരും MLA-മാരും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും ചെയ്യുന്നത്. അപ്പൊ അന്ന് രാജാക്കന്മാരൊക്കെ ഇത്തരത്തിൽ വിലപിടിപ്പുള്ള സ്വർണങ്ങളും ഒക്കെ അണിഞ്ഞ് അല്ലെങ്കിൽ നടന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ മാടമ്പിത്തരമല്ല ജനാധിപത്യ വ്യവസ്ഥയിലുള്ള നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത്. അതിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ മന്ത്രിമാരെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ നന്മയ്ക്കും സേവനത്തിനും വേണ്ടി ഒരു സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ സേവനം ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ആയിക്കൂടാ, ധരിച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. സേവനം ചെയ്യുമ്പോൾ ജനങ്ങളുടെ നന്മയ്ക്കായിരിക്കണം, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് ഭക്ഷണവും വസ്ത്രവും അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്വയം സേവകർ തന്നെയായിരിക്കണം ഓരോ നേതാക്കന്മാരും എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതി. ഇനി അത് തെറ്റാകാം, പക്ഷെ എങ്ങനെ തന്നെയായാലും സ്വയം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ സ്വയം സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി നടക്കണം. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം, ഒരു ദിവസം അവരുടെ കൂലി 250 രൂപയാണ്. അതൊന്ന് വർദ്ധിപ്പിച്ച് ഒരു 250 രൂപയും കൂടെ കൊടുത്ത് ഒരു 500 രൂപയാക്കിയാൽ അവരുടെ ഒരു കുടുംബം മുഴുവനും കഴിയും, അല്ലേ? ഇന്നത്തെ കാലത്ത് ഒരു 500 രൂപ എന്ന് പറയുന്നതൊന്നും സത്യം പറഞ്ഞ ഒരു സാധാരണ ജീവിതം പോലും നയിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത്.
അപ്പൊ അത്തരത്തിൽ ഒരു ശരാശരി 700 രൂപ കൊടുക്കും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഭരണ കക്ഷി പോലും അവർക്കത് കൊടുക്കുന്നില്ല. പോട്ടെ, 700 കൊടുക്കട്ടെ, ഒരു 500 രൂപയെങ്കിലും കൊടുത്ത് അത് ഒതുക്കി തീർക്കാനുള്ള മാർഗം പോലും നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ. അത് മാത്രമല്ല, പല വിഷയങ്ങളും സമൂഹത്തിൽ നേരിടുന്ന പല വിഷയങ്ങൾ, എത്രയോ പേർക്ക് വീടില്ലാത്ത ജനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ശരിക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ കുടുംബവും ഉള്ളവരുണ്ട്. എത്രയോ ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ ജോലി സംബന്ധമായിട്ട് പഠിച്ച് ജോലി കിട്ടാതെ ഇന്ന് സെക്രട്ടേറിയറ്റിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക്, PSC എഴുതി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പോലും ജോലി നേടാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നു. ഇതൊന്നും നോക്കാതെ ഇപ്പൊ ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണ് അതിനൊക്കെ വേണ്ടി ഒന്ന് കൈകോർത്ത് അവരോടൊപ്പം നിൽക്കാതെ, പ്രതിപക്ഷ നേതാവിന്റെ 3 ലക്ഷം രൂപയുടെ ഷൂവിലല്ല വിമർശനം, അതിലല്ല. പക്ഷേ ഈ 3 ലക്ഷം രൂപ ഷൂ അദ്ദേഹം ധരിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ജനവിഭാഗം ദുരിതത്തിലായിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കൈകോർക്കണം. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള പലവിധ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പ്രതിപക്ഷം പലപ്പോഴും ഒരു നനഞ്ഞ പടക്കം പോലാണ് അവരുടെ പല പ്രകടനങ്ങൾ. ഇപ്പൊ ആശാ വർക്കേഴ്സിന്റെ സമയം ആദ്യം അവർ ചേർന്നില്ല, പിന്നീട് ഇപ്പൊ NTUC ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ വീണ്ടും അവരോടൊപ്പം ചേർന്നിരിക്കുന്നു. പല കാര്യം ഇപ്പൊ മുനമ്പം വിഷയമാണെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും പ്രതിപക്ഷം നേരിടേണ്ട അല്ലെ പ്രതിപക്ഷം കൈകാര്യം ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും എന്താ പറയുന്നത്, നനഞ്ഞ പടക്കം പോലെയാണ് ആകുന്നത്. അതിനൊക്കെ നല്ല ഗാംഭീര്യവും നല്ല ഒരു ഉത്തരവാദിത്വ ബോധവും ഒക്കെ VD സതീശൻ കാണിച്ചിരുന്നെങ്കിൽ ഒരു വില കൊടുക്കാമായിരുന്നു. നിയമസഭയിൽ കുറച്ച് 10 ആൾക്കാരെ ഈ മാധ്യമങ്ങളിലൂടെ കാണിക്കാൻ വേണ്ടി കുറച്ച് ആക്രോശവും കുറച്ച് ഇതുമൊക്കെ നടക്കുന്നതല്ലാതെ അത് സ്പീക്കർ ആവട്ടെ ഭരണപക്ഷമാവട്ടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം അവർ നിയമസഭ വഴി പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ശരിയെന്ന്. കുറെ കൊമ്പ് പോക്കും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ നടത്തും, ചടപടാന്ന് എഴുന്നേക്കും, ഒറ്റ പോക്ക് പോകും. ഇതാണ് സാധാരണ പ്രതിപക്ഷം ചെയ്യുന്ന ഒരു തൊഴിൽ, ഒരു ജോലി എന്ന് പറഞ്ഞാൽ. പക്ഷെ അതേസമയം കോൺഗ്രസ് ഭരണപക്ഷത്ത് ഇരുന്ന സമയത്ത് പ്രതിപക്ഷമായിരുന്ന CPM പാർട്ടി നല്ല രീതിയിൽ അത് ഉപയോഗിക്കുകയും ഉമ്മൻചാണ്ടിയെ പോലുള്ള സർക്കാരിനെ താഴെ ഇറക്കാൻ തക്ക രീതിയിൽ അവർ വെല്ലുവിളിക്കുകയും അവരുടെ സംഘടിതം അത്തരത്തിലായിരിക്കണം. പക്ഷെ ആ ഒരു രീതിയിൽ പ്രതിപക്ഷത്തിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ VD സതീശൻ 3 ലക്ഷം രൂപയുടെ ഈ ഒരു ഷൂ ഒക്കെ ധരിച്ച് 10 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആ ഒരു സമ്മേളനത്തിന് പോയിട്ട് കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്യുന്നതെന്നുള്ള അറിയില്ല. ഇപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നുള്ളൊരു വെല്ലുവിളിയുമായിട്ട്, അല്ലെ മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് വേണം എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ, അല്ലാതെ കോൺഗ്രസിന്റെ ഒരു അച്ചടക്കമോ അല്ലെ കോൺഗ്രസിന്റെ ഒരു ഏകീകരണമോ അല്ലെ ഒരു സംഘടിതമോ പലപ്പോഴും കാണുന്നില്ല. ഉള്ളില് അടിയും പിടിയും, പുറമെ ഗെറ്റപ്പില് വെള്ളയും അറിഞ്ഞ് കുർത്തയൊക്കെ ഇട്ട് ഒരു ഷൂ ഒക്കെ ഇട്ട് പോക്കുന്ന VD സതീശൻ ഒരു കോമാളിയാവുകയാണ് ചെയ്യുന്നത്. ആദ്യം കേരളത്തിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ്, പ്രതിപക്ഷത്തിന്റെ പൗരുഷം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പവർ അവിടെയാണ് കാണിക്കേണ്ടത്. പക്ഷെ പ്രതിപക്ഷം ഒരിടത്തും തങ്ങളുടെ പവർ കാണിച്ചിട്ടില്ല. പക്ഷെ ഈ സമ്മേളനത്തിന് ഇത്തരത്തിലുള്ള ഗെറ്റപ്പ് വിട്ട് പവർ കാണിച്ചിട്ട് ഒരു വിശേഷവുമില്ല. അത് ഈ പറയുന്നത് പോലെ ജനങ്ങൾ മൈൻഡ് പുല്ലുവില പോലും ചെയ്യില്ല. 3 ലക്ഷത്തിന്റെ ഇനി ഈ ഷൂവിന്റെ പിന്നാലെ ED ആണോ മറ്റേതെങ്കിലും ഇൻകം ടാക്സ് ആണോ VD സതീശന്റെ പുറകെ പോകുന്നതെന്നുള്ളത് കണ്ടറിയാം എന്നുള്ളതാണ് മെസ്സേജുകളിലൂടെ, അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ പോകുന്നത്. ഏതായാലും വീണ ജോർജ് ആണെങ്കിലും VD സതീശനാണെങ്കിലും സ്വയം ആഡംബരങ്ങളിലൂടെ പോകാതെ എന്തിനാണോ നാം നിലകൊള്ളുന്നത്, ഒരു സേവനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതായത് നമ്മളില്ലെങ്കിലും, നമ്മൾ ഉണ്ടില്ലെങ്കിലും, നമ്മൾ ഉടുത്തില്ലെങ്കിലും മറ്റുള്ളവരെ ഉടുപ്പിക്കാനും ഉണ്ണാനുമുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കണം ഓരോ സേവകർക്കും എന്ന് പറയുമ്പോഴും അത്രയും ഒന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കൂടെ ഉള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ നേതാക്കന്മാർ ചെയ്താൽ നന്നായിരിക്കും.